ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്കാണ്. അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് വീണ്ടും സ്വർണ്ണപ്പാളി പരിശോധിക്കാനാണ് SIT സംഘം എത്തുന്നത്. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ആരൊക്കെയാണ് ഈ സംഘത്തിൽ വരുന്നത്? പ്രഭാമണ്ഡലത്തിലെ അടക്കം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പുതിയ ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ വീണ്ടും അനുമതി നൽകിയതിന്റെ പ്രകാരമാണല്ലോ ഈ പുതിയ പരിശോധന. ഗൂഗിൾ ക്രിസ്റ്റീന, ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ മല കയറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി ഈ ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശ പ്രകാരമാണ് വീണ്ടും സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നത്. കട്ടളപ്പാളിയിൽ നിന്നും പ്രഭാമണ്ഡലത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് മല ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ 2 തവണ ശബരിമല സന്നിധാനത്തെത്തി SIT ഇത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഈ SIT ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അതുപോലെ തന്നെ അജികുമാർ മെമ്പറിനെയും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നേരത്തെയും പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ബോർഡ് അംഗങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് മെമ്പറെ കൂടി അന്വേഷണത്തിന്റെ കൂടുതൽ തെളിവെടുപ്പ് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ കൂടുതൽ ഇടപെടലിന്റെ ഭാഗമായി സംഘം വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.